ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്ലബ്. ഇപ്പോൾ ഡേ 15 നമ്മൾ മനസ്സിലാക്കിയത് വുഡ് ഹാവും, ഷുഡ് ഹാവും, മൈറ്റ് ഹാവും, മസ്റ്റ് ഹാവും തുടങ്ങിയ യൂസേജുകൾ അത് വെർബുമായി ബന്ധപ്പെട്ടും നൗണുമായി ബന്ധപ്പെട്ടും ഇംഗ്ലീഷിൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള 5 ചോദ്യം നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ, യു ഡാഷ് ടോൾഡ് മീ ഏർലിയർ ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു. അല്ലേ, നീ എന്നോട് നേരത്തെ പറയേണ്ടതായിരുന്നു എങ്കിൽ ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു എന്നുള്ള അർത്ഥമാണ് ആ സെന്റൻസ് നമുക്ക് നൽകുന്നത്. അവിടെ നമ്മൾ നിർബന്ധമായും പറയേണ്ടതായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചേർക്കും? മസ്റ്റ് ഹാവ് എന്ന് ചേർക്കാൻ പറ്റും. അല്ലേ, അവിടെ കടമയാണെങ്കിൽ നമുക്ക് ഷുഡ് ഹാവ് എഴുതാം. അതുപോലെ സംശയമാണെങ്കിൽ മൈറ്റ് ഹാവ് എഴുതാൻ ഞാൻ പറഞ്ഞു. ഇതിൽ ഏത് യൂസേജ് എഴുതിയാലും ആ സെന്റൻസ് ഗ്രാമർപരമായിട്ട് ശരി തന്നെയാണ്. ഏത് സാഹചര്യങ്ങൾ നിങ്ങൾ ഈ സെന്റൻസുകൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ യൂസേജുകൾ അവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സെന്റൻസ് നോക്കുകയാണെങ്കിൽ, യു മസ്റ്റ് ഹാവ് ടോൾഡ് മീ ഏർലിയർ ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു എന്നായി ആ സെന്റൻസ് മാറും. രണ്ടാമത്തെ സെന്റൻസ് നോക്കാം, യു ഡാഷ് ലൈഡ് ടു യുവർ ഫ്രണ്ട്. അല്ലേ, നീ നിന്റെ സുഹൃത്തിനോട് കള്ളം പറയേണ്ടതായിരുന്നു എന്നുള്ളത് പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം അത് നെഗറ്റീവ് സെന്റൻസ് ആണ് എന്താണ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെങ്ങനെ പറയും? നീ നിന്റെ സുഹൃത്തിനോട് കള്ളം പറയേണ്ടതായിരുന്നില്ല എന്ന് വരും. അപ്പോൾ നമ്മൾ ചേർക്കേണ്ടത് യു ഷുഡ് നോട്ട് ഹാവ് ലൈഡ് ടു യുവർ ഫ്രണ്ട്. കള്ളം പറയാതിരിക്കുക എന്നുള്ളത് ഒരാളുടെ കടമ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഷുഡ് ഹാവ് ഉപയോഗിച്ചത്. അത് നെഗറ്റീവ് ആകുമ്പം ഷുഡ് നോട്ട് ഹാവ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ യു ഷുഡ് നോട്ട് ഹാവ് ലൈഡ് ടു യുവർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നീ നിന്റെ സുഹൃത്തിനോട് കള്ളം പറയേണ്ടതായിരുന്നില്ല എന്നുള്ളതാണ്. ഇനി അടുത്ത മൂന്നാമത്തത് നമുക്കറിയാം ചോദ്യമാണ്. അല്ലേ, അവിടെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വുഡും ഷുഡും മൈറ്റും മസ്റ്റും കഴിഞ്ഞ് സബ്ജക്റ്റ് പറഞ്ഞിട്ടാണ് എന്താണ് ഹാവ് പറയേണ്ടത്. അതാണ് എൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ചോദ്യ രൂപത്തിൽ. നമ്മൾ എങ്ങനെ പറയും? കുഡ് ഐ ഹാവ് ടോൾഡ് ഹെർ ട്രൂത്ത്. ഞാൻ അവളോട് സത്യം പറയേണ്ടതായിരുന്നു എന്നുള്ളതാണ് ആ സെന്റൻസ് നമുക്ക് നൽകുന്ന എന്താണ് ചോദ്യം. അതെനിക്ക് സാധിക്കണമായിരുന്നു, അതുകൊണ്ടാണ് അവിടെ കുഡ് ഹാവ് എന്നുള്ള യൂസേജ് നമ്മൾ ഉപയോഗിച്ചത്. നാലാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ, ഐ ഡാഷ് എ കാർ ഇഫ് ഐ ഹാഡ് മണി. ഇല്ലേ, അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത് ഇഫ് ഐ ഹാഡ് മണി, എൻ്റെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് എ കാർ, എനിക്കൊരു കാർ ഉണ്ടാകണമായിരുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ പറഞ്ഞ യൂസേജ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വെർബാണ് യൂസ് ചെയ്തത്. V3 ഫോമും ടോൾഡ് എന്നും ലൈഡ് എന്നും അതുപോലെ തന്നെ ടോൾഡ് എന്നും. ഇവിടെ വുഡ് ഹാവ് എന്നുള്ള യൂസേജ് കഴിഞ്ഞ് നമ്മൾ നൗൺ ആണ് ഉപയോഗിച്ചത്. അത്തരത്തിൽ തന്നെ നമുക്ക് അർത്ഥം ഉണ്ടാകണമായിരുന്നു എന്നുള്ളതാണ്. ഐ വുഡ് ഹാവ് എ കാർ, എൻ്റെ കയ്യിൽ കാർ ഉണ്ടാകണമായിരുന്നു. ഇഫ് ഐ ഹാഡ് മണി, എൻ്റെ ക്യാഷ് ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ ക്യാഷ് ഇല്ലായിരുന്നു, അത്തരത്തിൽ എനിക്ക് കാറും ഇല്ല എന്നുള്ളതാണ് ആ സെന്റൻസ് നമുക്ക് നൽകുന്ന അർത്ഥം എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കാം, ഐ ഡാഷ് കാൾഡ് യു ബട്ട് ഐ ലോസ്റ്റ് മൈ ഫോൺ. അല്ലേ, ഞാൻ നിന്നെ വിളിക്കേണ്ടതായിരുന്നു പക്ഷെ എൻ്റെ ഫോൺ എന്താണ് എനിക്ക് നഷ്ടമായി പോയി എന്നുള്ളതാണ്. അവിടെ നമുക്ക് സംശയിച്ചാണ് പറയുന്നത്. ചിലപ്പോൾ വിളിക്കാം, വിളിക്കാതിരിക്കാം. അത്തരത്തിൽ പാസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള എന്താണ് ഒരു പ്രയോഗം. അവിടെ സംശയമുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ മൈറ്റ് ഹാവ് ഉപയോഗിച്ചത്. അത് കഴിഞ്ഞ് കോൾ എന്ന വെർബിന്റെ V3 നമ്മൾ കാൾഡ് എന്ന് ഉപയോഗിച്ചു. ഇത്തരത്തിലുള്ള 5 ചോദ്യങ്ങൾക്ക് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഇതിൽ നിങ്ങൾക്ക് ഏത് യൂസേജ് വേണമെങ്കിലും മാറിയും തിരിഞ്ഞു ഉപയോഗിക്കാം, എല്ലാം ശരി തന്നെയാണ്. സാഹചര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർബന്ധമാണോ, സംശയമാണോ, കടമയാണോ, കഴിവാണോ എന്ന് മനസ്സിലാക്കി ഉപയോഗിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. നമുക്ക് ഡേ 16 മനസ്സിലാക്കാം. ഡേ 16 നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷുഡ് ബി, വുഡ് ബി, ഗുഡ് ബി, മസ്റ്റ് ബി, മൈറ്റ് ബി എന്നുള്ള യൂസേജുകൾ ഇംഗ്ലീഷിൽ നമ്മൾ ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന യൂസേജുകൾ ഇത് കഴിഞ്ഞ് നമ്മൾ വെർബും ഉപയോഗിക്കാറുണ്ട്, നൗണും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നൗൺ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് സെന്റൻസ് പറയേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഷുഡ് ബി, വുഡ് ബി ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മലയാളത്തിൽ കിട്ടുന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ ആയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അവൻ നല്ലൊരു വിദ്യാർത്ഥി ആയിരിക്കണം, ഹി ഷുഡ് ബി എ ഗുഡ് സ്റ്റുഡന്റ്, അവൻ നല്ലൊരു വിദ്യാർത്ഥി ആയിരിക്കണം എന്ന അർത്ഥം കിട്ടാനാണ് അവിടെ ഷുഡ് ബി എന്നുള്ള യൂസേജ് നമ്മൾ ഉപയോഗിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ നൗൺ ആണ് യൂസ് ചെയ്തത്, സ്റ്റുഡന്റ് എന്നുള്ളത്. മനസ്സിലാക്കേണ്ടത് ഷുഡ് ബി പ്ലസ് നൗൺ വന്നു കഴിഞ്ഞാൽ എക്സ്പ്രസസ് ആൻ എക്സ്പെക്ടേഷൻ, റെക്കമെൻഡേഷൻ ഓർ ഒബ്ലിഗേഷൻ. പ്രധാനമായും ഷുഡ് ബി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഷുഡ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു ഒബ്ലിഗേഷൻ, ഒരു അല്ലെങ്കിൽ ഒരു ലൈബിലിറ്റി, ഒരു ബാധ്യത, ഒരു കടമയെ കാണിക്കാൻ വേണ്ടിയാണ്. അതോടൊപ്പം നമ്മൾ എന്താണ് എക്സ്പെക്ടേഷൻ, പ്രതീക്ഷകളും അതുപോലെ റെക്കമെൻഡേഷൻ, റെക്കമെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയും നമ്മൾ ഷുഡ് ബി യൂസ് ചെയ്യാറുണ്ട്. ഇതൊരു എക്സ്പെക്ടേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ദിസ് ഷുഡ് ബി എ സിമ്പിൾ സൊല്യൂഷൻ. അല്ലേ, ഇതൊരു എന്താണ് സിമ്പിൾ ആയിട്ട് വളരെ ലളിതമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കണം എന്ന അർത്ഥമാണ് അവിടെ ഷുഡ് ബി എന്നുള്ള പ്രയോഗം കൊണ്ട് നമുക്ക് കിട്ടുന്ന അർത്ഥം. അവിടെ എന്താണ് എക്സ്പെക്ടേഷൻ പറഞ്ഞാൽ ദ സൊല്യൂഷൻ ഈസ് എക്സ്പെക്റ്റഡ് ടു ബി സിമ്പിൾ. അല്ലേ, എന്താണ് സിമ്പിൾ ആയിട്ട് സൊല്യൂഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നു, ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ അവിടെ ഷുഡ് ബി യൂസ് ചെയ്തത്. നമ്മൾ നോക്കുകയാണെങ്കിൽ കുഡ് ബി കഴിവിനെ കാണിക്കാനാണ്. കുഡ് ബി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എക്സ്പ്രസസ് എ പോസിബിലിറ്റി, ഒരു സാധ്യത, ഒരു കഴിവ്, അല്ലെ, അത് ചെയ്യാനുള്ള ഒരു സാധ്യതയെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുഡ് ബി ഉപയോഗിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ദിസ് കുഡ് ബി ആൻ ഇമ്പോർട്ടന്റ് ക്ലൂ. അല്ലേ, ഇതെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട
ഒരു ക്ലൂ ആയിരിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിവിടെ കുഡ് ബി ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. കുഡ് ബിയോ, ഷുഡ് ബിയോ, മസ്റ്റ് ബിയോ, മൈറ്റ് ബിയോ. ഞാൻ പറഞ്ഞു ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ഈ സെന്റൻസുകൾ യൂസ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ചോയ്സ് ആണ്. അത്തരത്തിൽ നമ്മൾ ഏത് യൂസേജ് ആണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. മസ്റ്റ് ബി എന്ന് പറഞ്ഞാൽ ഒരു നിർബന്ധത്തെ കാണിക്കാനാണ് എപ്പോഴും നമ്മൾ മസ്റ്റ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ പറയുന്നത് എക്സ്പ്രസസ് സ്ട്രോങ് സെർട്ടാനിറ്റി ഇല്ലേ, വളരെ എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ മസ്റ്റ് ബി പ്ലസ് നൗൺ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹി മസ്റ്റ് ബി എ ഗുഡ് ലീഡർ അല്ലേ, അവൻ നല്ലൊരു എന്താണ് ഒരു ലീഡർ ആയിരിക്കണം. അത് നിർബന്ധത്തെയാണ് കാണിക്കുന്നത്. അവൻ മോശക്കാരനായി കഴിഞ്ഞാൽ എന്താണ് അത് ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. അത്തരത്തിൽ തന്നെ എന്താണ് അവൻ നല്ലൊരു ലീഡർ ആയിരിക്കണം നിർബന്ധമായും എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഹി മസ്റ്റ് ബി എ ഗുഡ് ലീഡർ എന്നുള്ള സെന്റൻസിൽ മസ്റ്റ് ബി നമ്മൾ യൂസ് ചെയ്തത്. നമ്മൾ അടുത്ത യൂസേജ് നോക്കുകയാണെങ്കിൽ മൈറ്റ് ബി പ്ലസ് നൗൺ. മൈറ്റ് ബി എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് മൈറ്റ് എന്ന് കേട്ടാൽ തന്നെ അറിയാം സംശയിച്ച് ഒരു കാര്യം പറയാനാണ്. ടു എക്സ്പ്രസ് എ വീക്കർ പോസിബിലിറ്റി എന്നുള്ളതാണ്. ഇപ്പൊ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് മൈറ്റ് ബി എ ബിഗ് പ്രോബ്ലം, അത് ചിലപ്പോൾ ഒരു വലിയ പ്രശ്നമായിരിക്കണം എന്നുള്ള അർത്ഥത്തിലാണ്. ചിലപ്പോൾ പ്രശ്നം വലുതായിരിക്കില്ല, ചിലപ്പോൾ ചെറുതായിരിക്കും. അപ്പൊ അത്തരത്തിൽ നമ്മൾ സംശയിച്ച് പറയാണ് ഇറ്റ് മൈറ്റ് ബി എ ബിഗ് പ്രോബ്ലം എന്നുള്ളത്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ വുഡ് ബി നോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് വുഡ് എന്നുള്ള യൂസേജ്. അവിടെ വുഡ് ബി എന്ന് വന്നു കഴിഞ്ഞാൽ എക്സ്പ്രസസ് എ ഹൈപ്പോത്തറ്റിക്കൽ ഓർ ഇമാജിൻഡ് സിറ്റുവേഷൻ അല്ലേ. ഇപ്പൊ നമ്മൾ സാങ്കല്പികമായിട്ടോ അല്ലെങ്കിൽ ഊഹാപോഹങ്ങൾ വെച്ചുകൊണ്ടോ ഒരു സെന്റൻസ് പറയുമ്പോൾ അവിടെ നമുക്ക് വുഡ് ബി എന്നുള്ള യൂസേജ് ഉപയോഗിക്കാൻ സാധിക്കും. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി, അത് വളരെ മഹത്തായ ഒരു അവസരമായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ വുഡ് ബി എന്നുള്ള യൂസേജ് വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ആ സെന്റൻസ് എന്താണ് ചിലപ്പോൾ ഊഹാപോഹമായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇമാജിൻ ചെയ്ത് പറയുന്നതായിരിക്കാം. ഇത്തരത്തിൽ നമുക്ക് ഏത് യൂസേജ് വേണമെങ്കിലും എന്താണ് ഈ പറഞ്ഞ പോലെ നൗൺ ഉപയോഗിച്ചുകൊണ്ട് അതിന് ഫ്രണ്ടിലായി ഷുഡ് ബിയോ, കുഡ് ബിയോ, മസ്റ്റ് ബിയോ, മൈറ്റ് ബിയോ, വുഡ് ബിയോ ഉപയോഗിച്ചുകൊണ്ട് പറയാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മനസ്സിലാക്കേണ്ടത് കുഡ് ബി കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നൗൺ ആണ്. കുഡ് ബി കഴിഞ്ഞ് നമ്മൾ വെർബും യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഷുഡ് ബി പ്ലസ് നൗൺ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഷീ ഡാഷ് എ ടീച്ചർ. ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. അവൾ ഒരു അധ്യാപിക ആയിരിക്കണം എന്നുള്ള അർത്ഥം കിട്ടാനാണ്. അപ്പോൾ ആയിരിക്കണം എന്ന അർത്ഥം കിട്ടാൻ ഇതിൽ പറഞ്ഞാൽ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. വുഡ് ബിയോ, കുഡ് ബിയോ, മസ്റ്റ് ബിയോ, മൈറ്റ് ബിയോ, ഷുഡ് ബിയോ എല്ലാം ഉപയോഗിക്കാം. ഇവിടെ നമ്മളൊരു കടമ ഒരു റെസ്പോൺസിബിലിറ്റിയെ കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ അവിടെ നമുക്ക് ഷുഡ് ബി ഉപയോഗിക്കാം. ഷീ ഷുഡ് ബി എ ടീച്ചർ അല്ലേ, അത് നല്ലൊരു അധ്യാപിക ആവുക എന്നുള്ളത് അവിടെ കടമയാണ്. അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഷുഡ് ബി ഉപയോഗിക്കാം. ഷീ മസ്റ്റ് ബി എ ഗുഡ് ടീച്ചർ എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്, അവൾ നല്ലൊരു അധ്യാപിക ആയിരിക്കും. പക്ഷെ നിർബന്ധമായും അങ്ങനെ ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ മസ്റ്റ് ബി ഉപയോഗിക്കേണ്ടത്. ഇത് നെഗറ്റീവ് നോക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞു ഷുഡ് കഴിഞ്ഞൊരു നോട്ട് എടുത്തിട്ട് നമ്മൾ ബി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെന്റൻസ് എന്തായി നെഗറ്റീവായി മാറും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ദിസ് ഷുഡ് നോട്ട് ബി എ റീസൺ ടു ഫൈറ്റ് അല്ലേ. ഇവിടെ ദിസ് ഷുഡ് ബി എ റീസൺ ടു ഫൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം അത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മതിയായ ഒരു കാരണമായിരിക്കണം എന്ന അർത്ഥമാണെങ്കിൽ ദിസ് ഷുഡ് ബി എ റീസൺ ടു ഫൈറ്റ് എന്നുള്ള എന്താണ് സെന്റൻസിൽ നമുക്ക് ഷുഡ് ബി ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ആയിരിക്കേണ്ട എന്നുള്ള അർത്ഥം കിട്ടാനാണ് ദിസ് ഷുഡ് നോട്ട് ബി എന്ന് നമ്മൾ എഴുതിയത്. ദിസ് ഷുഡ് നോട്ട് ബി എ റീസൺ ടു ഫൈറ്റ്, ഇത് അടികൂടാനുള്ള ഒരു കാരണമായിരിക്കേണ്ട എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഷുഡ് നോട്ട് ബി അവിടെ എന്താണ് ഷുഡ് ബി എന്നുള്ളതിന്റെ നെഗറ്റീവ് നമ്മൾ യൂസ് ചെയ്തത്. നമ്മൾ ചോദ്യം വരുമ്പോൾ മനസ്സിലാക്കണം ഷുഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് ബി എന്നുള്ളതാണ് അതിന്റെ ഫോർമാറ്റ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷുഡ് ഹി ബി ദ ക്യാപ്റ്റൻ ഓഫ് ദ ടീം അല്ലേ, അവൻ ആ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ പോസിറ്റീവും നെഗറ്റീവും ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താണ് ഷുഡ് ബി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഷുഡ് ബി കഴിഞ്ഞ് നമ്മൾ നൗൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ സെന്റൻസിൽ ഉപയോഗിച്ചത്. ടീച്ചർ എന്നും ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേരുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. ഇതുപോലെ തന്നെ നമുക്ക് ഷുഡ് ബി കഴിഞ്ഞ് നമ്മൾ വെർബ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് അവിടെ നമ്മൾ ING ഫോമാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ നാളെ ആ ജോലി ചെയ്തിരിക്കണം എന്ന് പറയാം. അപ്പൊ യു ഷുഡ് ബി ഡൂയിങ് ദാറ്റ് ജോബ് ടുമാറോ എന്നുള്ളതാണ്. അവിടെ ഷുഡ് ബി കഴിഞ്ഞ് നമ്മൾ ഡു എന്ന് പറയുന്ന വെർബിന്റെ ING ആണ് എഴുതേണ്ടത്. യു ഷുഡ് ബി ഡൂയിങ് അല്ലേ, നിങ്ങൾ നാളെ അതെന്താണ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾ പാഠങ്ങൾ നന്നായി പഠിച്ചിരിക്കണം. സ്റ്റുഡൻസ് ഷുഡ് ബി സ്റ്റഡിങ് ദെയർ ലെസൺസ് വെരി വെൽ. അതിനർത്ഥം നമ്മൾ എന്താണ് അവിടെ ഷുഡ് ബി, വുഡ് ബി, കുഡ് ബി, മസ്റ്റ് ബി ഏതോടെ ഉപയോഗിക്കാം. പ്ലസ് വെർബിന്റെ ING ഉപയോഗിച്ചാൽ ആയിരിക്കണം എന്നുള്ള അർത്ഥമാണ്. അത് വെർബിന്റെ രൂപം ഏതാണ് അതനുസരിച്ചിട്ടാണ്. ഇപ്പൊ പഠിക്കുക എന്നുള്ളത് പഠിച്ചിരിക്കണം എന്നായി മാറും, പോവുക എന്നുള്ളത് പോയിരിക്കണം എന്നായി മാറും, കാണുക കണ്ടിരിക്കണം. അത്തരത്തിൽ നമുക്ക് എന്താണ് ആ യൂസേജ് ആ വെർബിന്റെ രൂപത്തിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് സാഹചര്യം അനുസരിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. അപ്പൊ ഈ പാഠത്തിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്ത കാര്യങ്ങൾ എല്ലാ കൂട്ടുകാർക്കും നല്ലതുപോലെ മനസ്സിലായി എന്ന് കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയൊരു ടാസ്ക് ആണ്. ടാസ്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ 4 ചോദ്യങ്ങൾ കാണാം. ഇതിൽ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ടതിൽ ഏത് യൂസേജ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിറ്റുവേഷൻ അനുസരിച്ച് ഏതാണ് അതിൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് എന്ന് മനസ്സിലാക്കി എഴുതിയാൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക്
ഡേ 17 കാണാൻ സാധിക്കുന്നതാണ്. ഈ പാഠത്തിൽ ഞാൻ ഷെയർ ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും നല്ലതുപോലെ മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമാണ് തോന്നുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.